ഈ ഉക്രൈൻ യുദ്ധത്തിന് ഒരു ശമനം ഉണ്ടാവുമോ ഈ ട്രംപ് വന്നതുകൊണ്ട്? ട്രംപിൻ്റെ ബേസിക് നിലപാട് ഉക്രൈൻ യുദ്ധത്തിൽ എന്തിന് നമ്മൾ ഇടപെടണം? റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, എന്തിനാണ് നമ്മളതിൽ തലവയ്ക്കുന്നത്? അല്ല, അത് ഉക്രൈൻ അവർ കീഴടക്കും. കീഴടക്കിക്കോട്ടെ, എത്രയോ യുദ്ധങ്ങളിൽ അതിനെ നമ്മൾ കീഴടക്കിയിട്ടില്ലേ? അമേരിക്ക മോശമാണോ? ഒരുപാട് പേര് തദ്ദേശീയരെ കീഴടക്കി വാഴുന്ന സായിപ്പാണല്ലേ ഈ അമേരിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ തദ്ദേശീയരെവിടെ? ഇൻക, മയ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ സംസ്കാരങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞവർ. അപ്പോൾ ട്രംപ് പറയുന്നത് നമ്മൾ വലിയ പുണ്യാളന്മാരൊന്നുമല്ല, ആരെങ്കിലും തല്ലുന്നുണ്ടെങ്കിൽ അവിടെ നീതി നടപ്പാക്കുക. എന്ത് നീതി നടപ്പാക്കാൻ? അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇതാണ് ട്രംപിൻ്റെ ബേസിക് അപ്രോച്ച്. പക്ഷേ ഈ ബേസിക് അപ്രോച്ച് ലോകരാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല. യു വിൽ ബി forced, you will be pulled by other forces and helplessly you have to interfere. പക്ഷേ അന്ന് ട്രംപ് നേരത്തെ പറഞ്ഞുകൊണ്ടത് ഞാൻ ഒറ്റ മണിക്കൂറിനും തീർത്ത് കളയും ഉക്രൈൻ യുദ്ധം എന്നൊക്കെയാണ്. ഒരു മണിക്കൂർ അല്ലെങ്കിലും ഒരാഴ്ച കൊണ്ടെങ്കിലും ആ മനുഷ്യൻ തീർത്ത് കഴിഞ്ഞാൽ അത് വലിയൊരു സക്സസ് ആയിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ ട്രംപ് ആൻഡ് പുടിൻ. ഈ ട്രംപ് ആൻഡ് പുടിൻ റിലേഷൻ, പ്രത്യേകിച്ചൊരു റിലേഷൻ രണ്ടുപേരും തമ്മിലില്ല, ഫോർമൽ റിലേഷനേ ഉള്ളൂ. രണ്ടു പേരോടും പേഴ്സണൽ ഇക്വേഷൻ ഉള്ളത് ആർക്കാണ്? മോദിക്കാണ്. അവിടെയാണ് മോദി നിർണായക ശക്തിയായിട്ട് വരുന്നത്. മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം. അപ്പോൾ ഭാരതം നിർണായക ശക്തി എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ആയുധത്തിൻ്റെ ശക്തിയല്ല, ഭാരതത്തിൻ്റെ ഈ റിലേഷൻ്റെ ശക്തിയാണ്. രണ്ടു പേരോടും ഗുഡ് റിലേഷൻസ് ഉള്ള ഏക ലോക നേതാവ് മോദിയാണ്. വേറെ ആർക്കും ഈക്വൽ ഗ്രിപ്പ് രണ്ടുപേരിലും ഇല്ല. പുടിനോട് ഗ്രിപ്പുള്ളവരുണ്ട്, ട്രംപിനോട് ഗ്രിപ്പുള്ളവരുണ്ട്. രണ്ടുപേരോടും ഇത്രയധികം ഗ്രിപ്പുള്ള, പേഴ്സണൽ ഗ്രിപ്പുള്ള ആൾ നിൽക്ക് ചേട്ടാ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും അവിടെ. ആ ഒരു റിലേഷൻ വളർത്തിയെടുത്തു എന്നുള്ളതാണ് മോദിയുടെ സാമർഥ്യം. പക്ഷേ ഈ മാറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇസ്രയേൽ പിന്നോട്ടില്ലല്ലോ. അവർ ഈ യുദ്ധത്തിൽ നിന്ന് ആ ഒരു ഈ പലസ്തീനെതിരെ, ഹമാസിനെതിരെയുള്ള ശക്തമായ ആക്രമണത്തിൽ നിന്ന് അവർ പിന്മാറില്ലല്ലോ, ആരൊക്കെ പറഞ്ഞാലും. ഒരു പ്രശ്നത്തിനും പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. ക്യാമ്പ് ഡേവിഡ് കരാറോ അങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ട് രണ്ടു പേർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തു. ആർക്ക്? ഒന്ന് യാസർ അറാഫത്ത്. ടെററിസം എന്നുള്ള ഏർപ്പാട് ഭൂലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാന്യനാണ് യാസർ അറാഫത്ത്. അയാൾക്ക് നോബൽ സമ്മാനം കൊടുത്തു. അപ്പുറത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന മെനാഹം ബെഗിൻ, അങ്ങേർക്കും നോബൽ സമ്മാനം കൊടുത്തു. എല്ലാം കഴിഞ്ഞു, ലോകസമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞു. വല്ലതും നടന്നോ? പിന്നെയും വെടിപൊട്ടി. സമാധാനം എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഇല്ല. കുറഞ്ഞ സമാധാനം, കൂടിയ സമാധാനം ഒക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ ഒരു ഇവൻറ്റ്, ലോകമെല്ലാം ശാന്തമായിട്ട് ഇങ്ങനെ ലോകാസമസ്ത സുഖിനോ ഭവന്തു, അതൊരു പ്രാർത്ഥന മാത്രമാണ്. യാഥാർത്ഥ്യവുമായിട്ട് അതിന് പലപ്പോഴും ബന്ധമുണ്ടാവാറില്ല. ലോകത്ത് ഇത് മാത്രമല്ല, കുറഞ്ഞ വായിച്ച് നോക്കിക്കോ, ഏത് സമയത്തും മിനിമം ഒരു 25 യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും അസർബൈജാൻ അർമേനിയെ ചൊറിഞ്ഞു മാന്തി, അവിടെ ഒരു അടി കൊടുത്തു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ടെൻഷൻസ് കുറയ്ക്കുക എന്നുള്ളതല്ലാതെ സമ്പൂർണ്ണമായിട്ട് സമാധാനം സ്ഥാപിക്കുക സാധ്യമല്ല. അതിനുവേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് മനുഷ്യ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്.